ഗുഡ് മോർണിംഗ്. സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ വീട്ടിൽ വെക്കുന്ന ഒരു ഐറ്റം കാണിക്കാനാണ്. എല്ലാവരും സ്ഥിരമായിട്ട് വെക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇന്ന് വെക്കുന്നത് ഒന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിച്ച് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എന്താ, വേറൊന്നുമല്ല, ഇപ്പം ചക്കക്കാലാണ്. എല്ലാ വീട്ടിലും സർവ്വസാധാരണമായിട്ടുണ്ടാവുന്ന ചക്കക്കുരു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതുമാണ്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ചക്കക്കുരു വെറുതെ കളയണ്ട. ചക്കക്കുരു അത്രയും നല്ല വിറ്റാമിനുള്ള സാധനമാണ്. നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് സുലഭമായിട്ട് തരുന്ന സാധനം. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ വില അറിയാതെ വെറുതെ കളയും, പണിയെടുക്കാൻ മടിച്ചിട്ടൊക്കെ. പക്ഷെ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും പല അസുഖങ്ങൾ കാരണം ഹെൽത്തൊക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വിറ്റാമിൻ്റെ ഗുണം എല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഒന്ന് പറയാം. ഇത് ഉണ്ടാക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം വേറെ ഒന്നുമില്ല. എന്താ, ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കാം. ഒന്നുമില്ല, ചക്കക്കുരു നല്ലോണം അതിൻ്റെ പുറത്തുള്ള കട്ടിയുള്ള തൊലി മാത്രം പോക്കിയാൽ മതി. ബ്രൗൺ കളർ ചുരണ്ടി പോക്കണ്ട. അതിൽ നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കുക്കറിലിടാം. ആവശ്യത്തിന് വെള്ളം വെക്കാം. ഉപ്പ്, നമ്മൾ സാധാരണ കറികളിടുന്ന എല്ലാം തന്നെ. ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് കുറച്ചധികം ഇടേണ്ടത്. കാരണം ആ ഒരു കളറ് കിട്ടണമെങ്കിൽ നമുക്ക് കാണാൻ. പക്ഷെ ഞാൻ അധികം മുളക് പൊടി ഇടാറില്ല. ഞാൻ അതിന് പകരം പച്ചമുളക് ഇടും. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇടും. അപ്പം എന്താ, നിങ്ങൾക്ക് കാണാം, എനിക്ക് അധികം ചുവപ്പ് കളറില്ല. അപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില ലാസ്റ്റിൽ ഇട്ടാലാണ് നമുക്ക് കാണുമ്പം രസം. ലാസ്റ്റിലും ഇടാം. പക്ഷെ ലാസ്റ്റിൽ ഞാൻ വളരെ കുറച്ചായിട്ടുള്ളൂ. ഞാനിപ്പം ഇതിൽ വേവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ലോണം ഞെരടി മുറിച്ചിട്ടു. അതിൻ്റെ ഗുണമയില കിട്ടിക്കോട്ടെ. കറിവേപ്പിലയും നല്ല ഗുണമുള്ള സാധനമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് വെള്ളം വെക്കുക, ചക്കക്കുരു ഇടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി മാത്രമുള്ളതാണെങ്കിൽ ഞാൻ തക്കാളി ഇടും. ആവശ്യത്തിന് നോക്കിയിട്ടാണ്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടാം. തക്കാളിയും മാങ്ങയും കൂടി രണ്ടും കൂടി ഒരുമിച്ചിടാൻ നമുക്കറിയാലോ ഏകദേശം എത്ര പുളി വേണം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വേവിക്കുന്നതിൽ ഒരു പകുതി കഷ്ണം, ഒരു ചെറിയ തക്കാളിയുടെ പകുതി കഷ്ണം ഇട്ട് വേവിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് വേവിച്ചിട്ട് നല്ല ഉടഞ്ഞതാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഉടയാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇത് കുത്തി ഉടച്ചാൽ മതി. നമ്മൾ ഒരു കല്ലില്ലേ നമ്മളെല്ലാം കുത്തുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് കുറച്ച് അത്ര ഒരു ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ കല്ല് നല്ലോണം കഴുകി ഈ കുക്കറിലിട്ട് കുത്തി ഉടച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ. ഇനിയിപ്പോൾ എന്താ, ജസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ, അടുപ്പ് ഓണാക്കി. പിന്നെ ഇപ്പോൾ ഈ ചക്കക്കുരു ലാസ്റ്റ് ഫൈനൽ ഞാൻ വെച്ചാൽ കുറച്ച് പുളിയും കൂടി നിന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ, തക്കാളി കുറച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, വളരെ കുറച്ച് മാങ്ങയെ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇടുകയാണ്. അപ്പം എന്താ, അധികം വേണ്ട, പുളി ഓവർ വേണ്ടാത്തവരുണ്ടാവും. അപ്പം എന്നാലും ലാസ്റ്റിൽ, കാരണം ആദ്യം മാങ്ങ ഇടാൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അലിഞ്ഞ് ചേർന്ന് ഓവർ പുളിയോ. അപ്പോൾ ലാസ്റ്റിൽ ആ മാങ്ങ ഒന്ന് വെന്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വളരെ കുറച്ച്, കാരണം ഒരു ചെറിയ മാങ്ങ ഞങ്ങളെ വീട്ടിൽ വീണതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മീനിലിട്ട് ബാക്കിയുള്ള കുറച്ച് കഷ്ണങ്ങൾ, കാരണം തക്കാളി കുറച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്നങ്ങനെ തിളച്ചാൽ മതി. ഒന്നങ്ങനെ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഫൈനലാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒന്നിങ്ങനെ തിള വന്നു കഴിയുമ്പോൾ മാങ്ങ ഒന്ന് തിളച്ചാൽ മതി. തിള വന്നു കഴിയുമ്പം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പില. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക്, അതിലും ഗുണം കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ അതിലും മുറിച്ചിട്ടുണ്ടോ. അപ്പം ഇനി തിള വന്നു തുടങ്ങി. കണ്ടോ, മാങ്ങയൊന്ന് തിളച്ചാൽ മതി. അപ്പം ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഞാൻ നോക്കിയതാണ്, ഉപ്പ് പാകത്തിനുണ്ട്. ജസ്റ്റ് മാങ്ങയും കൂടി ഇട്ടു. എരിവ് മുളക് പൊടി അധികം വേണ്ടാത്തവർ പച്ചമുളക് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ അത് തിള വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല, കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഇട്ടു. നമുക്ക് ഇളക്കി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ. കാരണം ഇത് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയില്ലേ, അതങ്ങോട്ട് ഒഴിച്ച് കുക്കർ ഓഫാക്കും.
എന്നിട്ട് നല്ല കിട്ടില്ല ഇതും അത് മാത്രം മതി. എൻ്റെ വീട്ടിൽ ഇത് മാത്രം കിട്ടിയാൽ നന്നായിട്ട് കഴിക്കും എല്ലാവരും. കാരണം ആ ചക്കക്കുരു മുളകിട്ടത് എന്ന് പറഞ്ഞത് ഈ ഞങ്ങളെ വീട്ടിലത്തെ ചക്കക്കാലായാലുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. വളരെ ഈസി ആയിട്ട്, വേറെ ഒന്നുമില്ല. നിങ്ങളെ വീട്ടിലെ എല്ലാവർക്കും മുളകും മഞ്ഞളും ഇതെല്ലാം കൂടി വേവിച്ച് ചക്കക്കുരു ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടാം, വെളിച്ചെണ്ണ ഒഴിക്കാം, ഇത്രയല്ലേ. അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാ. തിള വന്നു, ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. അടപ്പോക്കാം കഴിഞ്ഞു. നല്ല കിടിലൻ ചക്കക്കുരു കറി ഇവിടെ റെഡി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.